നഷ്ടപ്പെട്ടതാണ് യുദാസിന്റെ ദുരന്തം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ഈ ദുരന്തങ്ങളുടെ പുതിയ മുഖങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദുരന്തങ്ങളുടെ പുതിയ മുഖങ്ങൾ മക്കൾ വെറുതെ ആത്മഹത്യ ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കൾ കുടുംബജീവിതത്തിന്റെ വിശ്വസ്തത ഉപേക്ഷിച്ച് പരക്കം പാല് അലസതയിലും ജീവിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ കുടുംബത്തിന്റെ പവിത്രതയെ പോലും തകർക്കും വിധം ജീവിതത്തെ വെറുതെ വലിച്ചെറിയുന്ന മനുഷ്യരുടെ കഥകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പൗരോഹിത്യവും സമർപ്പിത ജീവിതവും അതിന്റെ വിലയാതെ, അതിന്റെ ആത്മാവ് അറിയാതെ വെറുതെ വലിച്ചെറിയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്താ ഇത്? മാറിപ്പോകുന്നത് മുഴുവനും യേശുവിന്റെ ഹൃദയത്തിൽ നിന്നാണ്. മാറിപ്പോകുന്നത് മുഴുവനും അവൻ നമ്മോട് പറയുന്ന നിത്യതയെ കുറിച്ചുള്ള ആ വിശ്വാസത്തിന്റെ വാഗ്ദാനത്തിൽ നിന്നാണ്. എന്റെ ജീവിതം അത് രോഗിയാണെങ്കിലും, അത് തളർച്ചയുള്ളതാണെങ്കിലും, അത് ദാരിദ്ര്യത്തിലാണെങ്കിലും, എന്റെ കർത്താവിന് അവന്റെ കരം കൊണ്ട് എന്നെ പിടിച്ചുയർത്തുവാൻ സാധിക്കുമെന്ന പ്രത്യാശയിൽ നിന്നാണ്. 41:13 നമ്മൾ വായിക്കുന്നില്ലേ? ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, എന്റെ വലത് കരം നിന്നെ പിടിച്ചിരിക്കും, നിന്നെ രക്ഷിക്കുമെന്നാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, എന്റെ വലത് കരം നിന്നെ പിടിച്ചിരിക്കുന്നുവെന്ന. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വിജയത്തിന്റെ വലത് കരം നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ വസിക്കുന്നിടത്തേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് ഈ വിശുദ്ധ കുർബാനയിൽ ആഗതനായിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ തവണ വിശുദ്ധ കുർബാന കാണുമ്പോഴും കാലിലെ നീര് മാറാനും കണ്ണിലെ കാഴ്ച കൂടാനും വേണ്ടി അല്ല പ്രാർത്ഥിക്കേണ്ടത്. എന്റെ ആത്മാവിനെ അല്പം കൂടി തെളിച്ചമുള്ളതാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്റെ ജയപരാജയങ്ങളിൽ നിന്നോട് ചേർന്ന് നിൽക്കുവാൻ എനിക്ക് നീ കരുത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. ഞാൻ വേദനിക്കുമ്പോഴും, എന്നെ കുറ്റപ്പെടുത്തുമ്പോഴും, എന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടും എന്നെ തകർക്കുമ്പോഴും എന്റെ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മാവിനെ കണ്ടുകൊണ്ട് ജീവിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിൽ വിലയുള്ളൂ. ആത്മാവിനെ കണ്ടുകൊണ്ട് നിത്യതയിലേക്ക് യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ വിശുദ്ധ കുർബാനയ്ക്ക് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാൻ അവകാശമുള്ളൂ. അതുകൊണ്ട് ഓർക്കണമേ, വിശുദ്ധ കുർബാന അവനെ പോലെ കുരിശിലേറുവാൻ, അവനെ പോലെ രക്തം ചിന്തുവാൻ, അവനെ പോലെ തകർക്കപ്പെടുവാൻ, അവനെ പോലെ മറ്റുള്ളവർ കുതന്ത്രങ്ങൾ ആലോചിക്കുമ്പോൾ ഇടയിലൂടെ നടന്നു പോകുവാൻ നമ്മളെ ഓരോരുത്തരെയും മാടി പിടിക്കുന്നതാണ്. ഈ 40 മണി ആരാധനയിൽ നമ്മൾ ഓരോരുത്തരും ഈ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടത്, എന്റെ കർത്താവേ, എന്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കും വിധം, എന്റെ ജീവിതത്തെ നിത്യതയിലേക്ക് നയിക്കും വിധം ഈ ലോകത്തിൽ ഓരോ ദിനവും ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നാണ്. ഈ ജീവിതത്തെ നിത്യതയിലേക്ക് നയിക്കും വിധം ജീവിക്കുവാൻ ഈ ലോകത്തിൽ എന്നെ നീ സഹായിക്കണമേ. നമ്മൾ വ്യത്യസ്തരായി ജീവിക്കുന്നുണ്ട്. പൗരോഹിത്യത്തിൽ ഞങ്ങൾ കുറച്ചു പേർ ജീവിക്കുന്നുണ്ട്, സമർപ്പിതരായി കുറച്ചു പേർ ജീവിക്കുന്നുണ്ട്, കുടുംബ ജീവിതത്തിൽ കുറച്ചു പേർ ജീവിക്കുന്നുണ്ട്, ഏകസ്ഥരായും കുറച്ചു പേർ ജീവിക്കുന്നുണ്ട്. എല്ലാവരും ഒറ്റ യാത്രയ്ക്കുള്ളവരാണ്. എല്ലാവരും നിത്യതയെന്ന ഒറ്റ യാത്രയ്ക്കുള്ളവരാണ്. അതുകൊണ്ട് തൊപ്പിയുണ്ടേലും ഇല്ലേലും, ലോഹയുണ്ടേലും ഇല്ലേലും, നിങ്ങൾ സമ്പന്നരാണെങ്കിലും ദരിദ്രരാണെങ്കിലും, നിങ്ങൾ തകർക്കപ്പെട്ടവരാണെങ്കിലും ഇന്ന് സൗഭാഗ്യത്തിലുള്ളവരാണെങ്കിലും, ഓർക്കണമേ, അവൻ വിളിക്കുന്നത് അവന്റെ ചങ്കിനൊപ്പം ചേർന്ന് ജീവിക്കുവാനും നടക്കുവാനുമാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ അരികിൽ വരുമ്പോൾ നാം ആഗ്രഹത്തോടെ സ്നേഹിച്ച് പറയേണ്ടത്, കർത്താവേ, ഇന്നുകൂടി നിന്നെ കാണാൻ എനിക്ക് നീ അവസരം നൽകിയതിന് ഒത്തിരി നന്ദി എന്നാണ്. ഇന്നുകൂടി നിന്നെ കാണാൻ എനിക്ക് അവസരം നൽകിയതിന് ഒത്തിരി നന്ദി എന്ന്. പാപിയായിരുന്നിട്ടും ബലഹീനതകളുണ്ടായിരുന്നിട്ടും ആസക്തികളിൽ വീണുപോയിട്ടും ഒരിറ്റ് കണ്ണീരോടെ എന്റെ പാപങ്ങളെ അനുതാപത്തോടെ ഏറ്റു പറയുമ്പോൾ എന്റെ അതരത്തിലൂടെ ആത്മാവിലെത്തി നിന്റെ വാസം എന്നിൽ ഉറപ്പിക്കുന്നതിന് ഒത്തിരി നന്ദി എന്ന്. ഈശോയുടെ അരികിൽ ആ ഒരു വിശ്വാസവും ആ ഒരു അകക്കാഴ്ചയുടെ തുറവിയുമാണ് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാകുക. അതുകൊണ്ട് ഓരോ നിമിഷവും ദിവ്യകാരുണ്യ സന്നിധിയിൽ എത്തുക എന്നതിന്റെ അർത്ഥം നന്നായി ഒരു ഷവറിന് കീഴിൽ നിൽക്കുക എന്നാണ്. നന്നായി ഒരു ഷവറിന്റെ കീഴിൽ നിൽക്കുക.
ആ വെള്ളം കൊണ്ട് നന്നായി ഒന്ന് അകവും പുറവും ഒന്ന് കഴുകണം. അകവും പുറവും ഒന്ന് കഴുകണം. ഒരു കുർബാന പോലും എന്റെ അലസത കൊണ്ട് പാടായി പോകരുത്. ഒരു കുർബാനയുടെ അല്പനിമിഷം പോലും എന്റെ കർത്താവ് പിറന്നു വീണ് പീഡ സഹിച്ച് പരസ്യ ജീവിതം നയിച്ച് സമാധാനം കൊടുത്ത് പീഡ സഹിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത രഹസ്യങ്ങളെ ധ്യാനിക്കുന്ന ആ തിരുമണിക്കൂറിൽ എന്റെ അലസത കൊണ്ട്, എന്റെ വ്യഗ്രത കൊണ്ട്, എന്റെ ആകുലത കൊണ്ട്, എന്റെ ജീവിതത്തിന്റെ പല വിചാരം കൊണ്ട് എനിക്കത് നഷ്ടമാക്കുന്നതിന് അവസരമാക്കരുത്. പ്രിയമുള്ളവരെ, ഇനി കുർബാനയൊക്കെ കാണുമ്പോൾ കണ്ണടച്ച് കാണണം, ഉറങ്ങിപ്പോകാനല്ല. കുർബാനയൊക്കെ കാണുമ്പോൾ നിങ്ങൾ കർത്താവിനൊപ്പം സഞ്ചരിച്ച് കാണണം. കർത്താവിനൊപ്പം നിങ്ങൾക്കൊരു സഞ്ചാരം ഉണ്ടാവണം. എന്റെ ഈശോ വേണ്ടി ഇത്രത്തോളം സഹിച്ചെങ്കിൽ എന്റെ കർത്താവിന് വേണ്ടി ഞാൻ എത്രത്തോളം ജീവിക്കുമെന്നാണ്. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഇത്രത്തോളം എന്നെ സ്നേഹിച്ചുവെങ്കിൽ ഞാൻ എന്റെ യേശുവിന് വേണ്ടി എന്റെ കുടുംബത്തെ എത്രത്തോളം സ്നേഹിക്കുമെന്നാണ്. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഇത്രത്തോളം എളിമപ്പെടുത്തി സമർപ്പിച്ചുവെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തെ അതിന്റെ എല്ലാ കാലങ്ങളിലും പരാതികളില്ലാതെ ചൂണ്ടുവിരലിൽ മറ്റുള്ളവരെ നിർത്താതെ എത്രത്തോളം സമർപ്പിക്കുന്നതിന് തയ്യാറാകുമെന്ന് ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചോദ്യം കൊണ്ടും ഉത്തരം കൊണ്ടുമാണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയത അളക്കുവാനാവുക. നമ്മൾ തിരിച്ചറിയും സ്വാർത്ഥരാണെന്ന്. നമ്മൾ തിരിച്ചറിയും നമുക്ക് വേണ്ടത് മാത്രം ചോദിക്കുവാൻ മുട്ടുകുത്തുകയാണെന്ന്. നമ്മൾ തിരിച്ചറിയും യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ഇപ്പോഴും നമുക്ക് മടിയാണെന്ന്. നമ്മുടെ കോപം മാറിയില്ലെന്ന്, നമ്മുടെ വഴക്കിടുന്ന സ്വഭാവം മാറിയില്ലെന്ന്, നമ്മൾ ഇപ്പോഴും വാശി പിടിച്ചകന്ന് നിൽക്കുകയാണെന്ന്, നമ്മളിപ്പോഴും പഴയ പാപങ്ങളിൽ തന്നെ ആവർത്തിച്ച് തുടരുകയാണെന്ന്, നമ്മളിപ്പോഴും നമ്മുടെ ആസക്തികളിൽ നിന്നും തെറ്റായ ജീവിതക്രമത്തിൽ നിന്നും പിന്മാറുന്നില്ലെന്ന് തിരിച്ചറിയുന്നുവെങ്കിൽ ഓർക്കണമേ, എന്റെ കർത്താവ് എന്റെ ആത്മാവിന് പുറത്ത് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കർത്താവിന്റെ ആത്മാവിന് പുറത്ത് പ്രവേശിക്കുവാനാവാതെ വാതിൽ തുറക്കുവാൻ, ഹൃദയത്തിന് മാറ്റം വരുവാൻ, അനുതാപത്തിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് മുട്ടുവിളിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ 2-3 കാര്യങ്ങൾ മാത്രം ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കണമേ എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഒന്ന്, ഓർക്കണമേ, വിശുദ്ധ കുർബാന ആത്മാവിന്റെ ഭക്ഷണമാണ്. വിശുദ്ധ കുർബാന ആത്മാവിന്റെ ഭക്ഷണമാണ്. ഒരു ആത്മാവ് നമ്മളിൽ ഉണ്ടെന്ന ബോധ്യത്തോടു കൂടി ഈ ലോകത്തിൽ ജീവിക്കുന്നവരായി നമുക്ക് സാധിക്കണം. രണ്ടാമത്, വിശുദ്ധ കുർബാന നിത്യതയിലേക്ക് നയിക്കുന്ന ഭക്ഷണമാണ്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ ക്ലേശങ്ങളിൽ പതറിപ്പോകാനും പരാജയപ്പെടുവാനും നിരാശപ്പെടുവാനും കുറ്റവാളികളെ കണ്ടെത്തുവാനുമല്ല, മറിച്ച് എന്റെ കർത്താവ് സഹിച്ച പീഡകളോടൊപ്പം ഞാൻ ഇന്ന് കടന്നു പോകുന്ന സഹനങ്ങളെ ഏറ്റവും മുന്നോട്ട് പോകുവാൻ, അതിൽ നിന്ന് സഹനമാണെങ്കിൽ നാളെ അത് കുരിശുമരണമാണെന്ന ബോധ്യത്തോടു കൂടി നിത്യതയിലേക്ക് നടക്കുവാൻ ഒരു ചങ്കുറപ്പുള്ള വിശ്വാസത്തിന് എന്നെ കരുത്തുള്ളതാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. 3, എത്ര അകലം നീ നഷ്ടപ്പെട്ടു പോയാലും ഈശോ തേടി വരും. എത്ര അകലം നീ നഷ്ടപ്പെട്ടു പോയാലും, എത്ര പാപത്തിൽ നീ വീണു പോയാലും, എത്ര മറയത്തിൽ നീ തെറ്റ് ചെയ്താലും കർത്താവ് നിന്നെ തേടി വരും. അവൻ തേടി വരുമ്പോൾ അവന്റെ കരങ്ങൾക്കുള്ളിൽ ഒരു അനുതാപ കണ്ണീരോടെ ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടി ശ്രമമുണ്ടാവണം. ഓർക്കണമേ, കുടുംബം കുറഞ്ഞു പോകില്ല. അതുകൊണ്ട് കുടുംബത്തിലുള്ളവർക്കാവട്ടെ, മറ്റുള്ളവർക്കാവട്ടെ, സമയമാവട്ടെ, ആരോഗ്യമാവട്ടെ, സമ്പത്താവട്ടെ, സന്മനസ്സാവട്ടെ, കരുണയാവട്ടെ, വിശ്വാസമാവട്ടെ, കൊടുക്കുവാൻ നാം എപ്പോഴൊക്കെ തയ്യാറാകുന്നുവോ അതൊക്കെ അപ്പം വർദ്ധിപ്പിച്ച് മിച്ചം പിടിച്ചതുപോലെ നമുക്കത് ആത്മാവിന്റെ നിക്ഷേപമായി മിച്ചമായി തീരുന്നത് കണ്ടുകൊണ്ടിരിക്കും. ഓർക്കണം, ഈ യാത്ര ജന്മം നൽകിയെങ്കിൽ ദൈവം നമുക്ക് ഈ യാത്രയ്ക്ക് നിശ്ചിതമായ ലക്ഷ്യം നിശ്ചയിച്ചിട്ടുണ്ട്. അത് ദൈവത്തിന്റെ വസതിയിലുള്ള ജീവിതമാണ്. ദൈവത്തിന്റെ വസതിയിലുള്ള ജീവിതത്തിന് എതിരായി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവയോട് നോ പറയുവാൻ, വേണ്ടെന്ന് പറയുവാൻ, നിർത്തിയെന്ന് പറയുവാൻ ചങ്കുറപ്പുണ്ടാവണം.
അപ്പോൾ കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാകും. വ്യക്തി ജീവിതത്തിൽ ചില വേലിക്കെട്ടുകൾ ഉണ്ടാകും. ചില സന്തോഷങ്ങൾ വേണ്ടെന്ന് വെക്കും. ചില തിന്മകളിൽ നിന്ന് പിന്മാറും. കുറെ കൂടി ആത്മാവിന്റെ ചൈതന്യമുള്ളവരായി നാം ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കും. ഈ 40 മണി ആരാധന വിശ്വാസത്തിന്റെ കൂടുതൽ ബോധ്യങ്ങളിലേക്ക് നമ്മളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 40 മണി ആരാധന ആത്മാവിന്റെ ജ്വലനത്തിലേക്ക് നമ്മളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 40 മണി ആരാധന നിത്യതയിലേക്ക് നയിക്കുവാൻ നമ്മുടെ ബലഹീനമായ ആത്മശരീരങ്ങളെ കരുത്തുള്ളതാക്കുകയും ദൈവകൃപയാൽ നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളെ, അതിന്റെ ജീവിത സാഹചര്യങ്ങളെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.